ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ 4 ആളുണ്ട്. ഇതേ കണ്ണനുണ്ട്, ആദിയുണ്ട്, നബു ഉണ്ട്. നബു റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ വരെ. രാവിലെ ഞാൻ എണീറ്റപ്പോൾ തന്നെ എണീറ്റ് എൻ്റെ പണി മുടക്കാൻ നിന്ന ആളാണ്. അപ്പോൾ ദേ കണ്ട ഇവിടെ വന്ന് റെഡി ആയിട്ടിരിക്കുന്നത്. കണ്ട സിൽവർ ചെയിനൊക്കെ ഇട്ടിട്ടുണ്ട്. കണ്ട ആള് ഫുൾ സെറ്റായിട്ടിരിക്കുന്നു ഞങ്ങളുടെ കൂടെ വരാനായിട്ട്. അപ്പോൾ ഞാനും കണ്ണൻ റെഡി ആയിട്ടുണ്ട്, ആദിയുണ്ട്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഫുള്ള് കാസർഗോഡൊക്കെ കറങ്ങി, ബോയിക്കാനത്തൊക്കെ കറങ്ങി, കുറച്ച് സാധനങ്ങൾ മേടിക്കാനും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞങ്ങളുടെ വണ്ടി വരാറായിട്ടുണ്ട് അല്ലേ കാരണം ഞങ്ങളുടെ വാൻ വരാറായിട്ടുണ്ട്. അതുപോലെ 8:30 ആകുമ്പോഴേക്കും ആദ്യത്തെ വാനും കൂടി വരും. അപ്പോൾ നമ്മളുടെ റൂമിൻ്റെ അകത്തു നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അത്ര ഒരു ക്ലാരിറ്റി ഒന്നുമില്ല, ഫുള്ള് ഇരുട്ടായിട്ട് ലൈറ്റിൻ്റെ വെട്ടം മാത്രമേ കാണുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ പുറത്തിറങ്ങിയാൽ നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല ക്ലീൻ ഉണ്ടാവും, വീഡിയോ നല്ല രസമുണ്ടാവും, നല്ല രസം. അപ്പോൾ പക്ഷെ പുറത്തിറങ്ങിയാലും നമുക്ക് സീൻ ഉണ്ടാക്കും, അപ്പോൾ സീൻ ഉണ്ടാക്കും. അപ്പോൾ നമ്മളുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് അപ്പം ഞങ്ങൾ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഇന്നലെ കണ്ണൻ്റെ പല്ല് എടാ എന്താക്കി കണ്ണ കുത്തി പൊട്ടിച്ചു എന്നല്ല, കണ്ണന് കുറേ ദിവസമായി അവന് പല്ല് വേദന. ആദ്യത്തെ പല്ല് കാണിച്ചു. ആദിക്കും സെയിം പ്രോബ്ലമാണ്. ഇത് മിഠായി തിന്നിട്ടും ചോക്ലേറ്റ് തിന്നിട്ടും ഐസ്ക്രീം തിന്നിട്ടൊക്കെ വരുന്നെന്ന് പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നല്ല കേട്ടോ, മിക്ക കുട്ടികൾക്കും വരുന്ന ഒരു പ്രോബ്ലമാണ്. യെസ്. അപ്പോൾ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഭക്ഷണം എന്ത് കഴിച്ചാലും നമ്മൾ നല്ലപോലെ പല്ല് തേക്കുക, വാഷ് ചെയ്യുക, എന്നിട്ട് മാത്രം കിടക്കുക. ഇല്ലെങ്കിൽ ആ തിന്നതിൻ്റെ ചെറിയ ചെറിയ പാർട്സൊക്കെ പോയിട്ട് ആ സൈഡിലൊക്കെ ഇരുന്നിട്ട് അവിടെ അണുക്കളായിട്ട് അത് വലിയൊരു ഹോളായിട്ട് മാറും. കണ്ണൻ എങ്ങനെയാണ് കണ്ണന് യെസ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഡോട്ട് മാത്രം, ഈ കടുകിൻ്റെ അത്ര ഉള്ളൊരു ചെറിയൊരു കുത്ത് മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ ഡോക്ടർ ഇന്നലെ അത് ചെറുതായിട്ടൊന്ന് തൊട്ടപ്പോഴേക്കും വലിയൊരു കഷ്ണം താഴെ ഇങ്ങനെ അടർന്നു വന്ന് 2 സൈഡിൽ നിന്ന് നല്ല വേദനയുണ്ട്. അത് ഒരു സിമെൻറ്റ് പോലത്തെ ഒരു സംഭവമില്ലേ, അത് വെച്ചിട്ട് ഫില്ല് ചെയ്യാൻ നോക്കിയപ്പോഴേക്കും അവന് നല്ലോണം വേദന ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ വേദന ഉണ്ടെങ്കിൽ ആ ഒരു പെയിന് താഴെ വരെ എത്തിയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞൊക്കെയാണ്. അപ്പോൾ അവന് നല്ല വേദനയുണ്ട്. കുറേയൊക്കെ ഡോക്ടർ ക്ലീൻ ചെയ്ത് ആ ചെറിയ ചെറിയ പീസസൊക്കെ എടുത്ത് മാറ്റി കുറേ ക്ലീൻ ചെയ്ത്. കണ്ണൻ ലാസ്റ്റ് ഭയങ്കര കരച്ചിലായിരുന്നു അല്ലേ കണ്ണ? നമ്മുടെ വീഡിയോ ഒക്കെ അത്ര ക്ലിയർ ഇല്ല, ക്ഷമിക്കണം. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ ഇന്ന് റൂട്ട് കനാൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇന്ന് നമുക്ക് പോകാനുള്ള ഇതില്ല. അത് മാത്രം റൂട്ട് കനാലിന് വലിയ ഒരു എമൗണ്ട് ഉണ്ട്, ഒരു 5,000-6,000 ഒക്കെ ആവും. അപ്പോൾ 2 സൈഡിൽ ചെയ്യാനുള്ളതിൻ്റെ പേരിലാണ്. അത് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് വേറൊരു സംഭവം, ഇങ്ങനെ ഒരു സ്റ്റീൽ പോലത്തെ ഒരു പല്ല് അവർ സെറ്റാക്കി കൊടുക്കും. കാരണം ഇനി ഒരു 12 വയസ്സാകുമ്പോഴാണ് ഈ ഒരു പല്ല് പോണത്. അപ്പോൾ അതുവരെ അവർക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഡോക്ടർ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പം നമ്മൾ എന്നാ പോകണ്ടേ കണ്ണ അതൊക്കെ ചെയ്യിപ്പിക്കാൻ? നാളെ അല്ല, എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകും. എന്നാലും ഡോക്ടറെ വിളിച്ച് അറിയിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പം നമ്മൾ എന്തായാലും സ്കൂളിൽ പോകാം അല്ലേ? സ്കൂളിൽ പോവുകയാണ്. അപ്പോൾ എനിക്ക് ഇന്നലെയും ലീവായിരുന്നു, എനിക്കും കണ്ണന് ഇന്നലെ ലീവായിരുന്നു. പക്ഷെ ആദ്യം ഇന്നലെ പോയില്ല, കാരണം അവൾക്ക് ചെറിയൊരു പനിയും വയറുവേദനയൊക്കെ ഉണ്ടായിരുന്നു. നബുവിനെ നോക്കി ഹായ് നബു കുടയൊക്കെ പിടിച്ചിട്ട് ഇറങ്ങാൻ പോകുന്നു ഗൈസ്. നല്ല മഴയാണ്, 2 ദിവസമായിട്ട് നല്ല മഴയാണ്. ഞങ്ങളുടെ വണ്ടി ഇപ്പം വരും. അപ്പം നമുക്ക് പോകാന്ന് പറയുമ്പോൾ ഒരാളുടെ എക്സ്പ്രഷൻ ഇതാ കണ്ട. ടാറ്റാക്കി ഈ അമ്മക്ക് പറഞ്ഞിട്ട് ഒരു ഗുണമില്ലാന്ന്. നടു റോട്ടിൽ എനിക്ക് കുട വേണം എന്തിന് കുടയുടെ ആവശ്യമില്ല. ഒരു കുട ഓൾറെഡി ഉണ്ട്. ആദ്യം ഒരു കുട മേടിച്ചിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ കുടയുടെ ആവശ്യം അവൾക്കില്ല. കാരണം ഇവിടെ നിന്ന് വാൻ വരുന്നു, സ്കൂളിൻ്റെ മുറ്റത്ത് തന്നെ കൊണ്ടുപോയിട്ട് നിർത്തുന്നു. പിന്നെ കണ്ണനും പറഞ്ഞതുപോലെ, പക്ഷെ കണ്ണനും കുടയുടെ ആവശ്യം വരില്ല. എന്തിനാണ് കുട? പോകുമ്പോ എൻ്റെ കുട ഇല്ലേ? പിന്നെ ഈ നടു റോട്ടിൽ കൂടെ നിനക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു കുട എന്നിട്ട് നിന്നെ വിടാൻ പറ്റുമോ? നോട്ട് പോസിബിൾ മാം. ആദി ചേച്ചിനെ കിട്ടില്ല. ആദി ചേച്ചിനെ ഞാൻ കയ്യിൽ പിടിച്ചിട്ടല്ലേ കൊണ്ടുപോകുന്നത്. അതെ, ഇതുപോലുള്ള സാധനങ്ങൾക്ക് കുടയും തന്നിന്നാ പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിടാൻ പറ്റുമോ? അല്ല പിന്നെ. അപ്പോൾ ഗൈസ് നമ്മൾ പോയിട്ട് വരാം. നമ്മൾ സ്കൂളിലേക്ക് പോകുന്നു ഗൈസ്. സ്കൂളിലോട്ട് പോണില്ല ഗൈസ്.
ഇതിനെപ്പോഴും സ്കൂളിൽ ഇറങ്ങുന്നെടുത്ത് വയറുവേദനയാണ്. എടാ ഒറിജിനലാണ് എടാ വയറുവേദന. നമ്മുടെ വാൻ വരാറായി കണ്ടു, നമുക്ക് പോകാം. ടാറ്റ നബൂര് ടാറ്റാക്കേ. ഒരു ഉമ്മോട്ടെ, ഒരു ഉമ്മ. ഇവിടെ അമ്മക്ക് അമ്മക്ക് ഇവിടെ അമ്മക്ക് അമ്മക്കൊരു ഉമ്മ, അമ്മക്കൊരു ഉമ്മ. നമുക്ക് പോകാം ഗൈസ്.